സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ഇപ്പോൾ ആളുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാണ്. US-ഇറാൻ സംഘർഷം അവസാനിച്ചാൽ സ്വർണം പിടിതരാതെ പറക്കും. ഇപ്പോൾ വാങ്ങിവെച്ചാൽ നല്ല ലാഭം നേടാനാവുമെന്നുള്ളതാണ് ആളുകളെ സ്വർണം വാങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. പണപ്പെരുപ്പത്തിനെതിരായ ഒരു സംരക്ഷണമായി പ്രവർത്തിക്കുമെന്ന് കരുതി പല നിക്ഷേപകരും വിലയേറിയ ലോഹങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. വാങ്ങിക്കൂട്ടാനുള്ള തിരക്കിലുമാണ്. എന്നിരുന്നാലും നിലവിലെ പ്രവണതകൾ നോക്കിയാൽ കാര്യങ്ങൾ അവർ പ്രതീക്ഷിച്ചതുപോലെയല്ല എന്ന് വ്യക്തമാകും. സംഘർഷം പരിഹരിക്കുന്നതിനായി US-ഇറാനുമായി സമാധാന പദ്ധതി നിർദ്ദേശിച്ചതും കഴിഞ്ഞ ദിവസം വിലയേറിയ ലോഹങ്ങൾ ചില വീണ്ടെടുക്കലുകൾ കാണിക്കുന്നതും ഈ ഓഹരി വിപണി തിരിച്ചു വരുന്നു എന്ന സൂചനയാണ്. എന്നാൽ മാർച്ച് 2 വിലയുമായി താരതമ്യപ്പെടുത്തിയാൽ 2026 മാർച്ച് 24 മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ അതായത് MCXൽ സ്വർണ്ണ വില ഇപ്പോഴും 16.02% കുറഞ്ഞിട്ടുണ്ട്. വെള്ളിയുടെ വില മാസാരംഭം മുതൽ 22.54% കുറഞ്ഞതോടെ കൂടുതൽ മോശമായിട്ടുണ്ട്. ഇത്തരമൊരു വലിയ ഇടിവ് നിലവിലുള്ള നിക്ഷേപകരെ ആശങ്കാകുലരാക്കുകയും പുതിയ നിക്ഷേപകരെ ജാഗ്രത പാലിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില കുറയുന്നത് പ്രധാനമായും ഡിമാൻഡ് കുറവല്ല, മറിച്ച് മാക്രോ ഇക്കണോമിക് പ്രതീക്ഷകളിലെ മാറ്റമാണെന്നാണ് മോത്തിലാൽ ഓസ്വാൾ അടക്കം പറയുന്നത്. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പണപ്പെരുപ്പ ആശങ്കകളും ധനനയ പ്രതീക്ഷകളുമാണ് നിലവിൽ ചില ചലനങ്ങൾ നിയന്ത്രിക്കുന്നത്. വെള്ളിയിലെ നിക്ഷേപങ്ങൾക്ക് വെള്ളി ETFകൾ, നിക്ഷേപത്തിനായി ബാറുകൾ അല്ലെങ്കിൽ നാണയങ്ങൾ എന്നിവയിൽ നിക്ഷേപിക്കാനും പണിക്കൂലി കാരണം കനത്ത ആഭരണങ്ങൾ ഒഴിവാക്കാനും വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ ഈ ഉയർന്ന റിസ്കുള്ള ഉയർന്ന റിട്ടേൺ ഓപ്ഷനുകൾ ഹ്രസ്വകാല കാഴ്ചപ്പാടുള്ള വ്യാപാരികൾക്കുള്ളതാണ്. കൂടാതെ മാർജിനായി വലിയ മൂലധനവും ആവശ്യമാണ്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ഇപ്പോൾ ആളുകൾ കൂടുതലും വാങ്ങിക്കൂട്ടുന്നത് സ്വർണമാണ്. US-ഇറാൻ സംഘർഷം അവസാനിച്ചാൽ സ്വർണം പിടിതരാതെ പറക്കുമെന്ന് തന്നെയാണ് വിദഗ്ധർ നൽകുന്ന സൂചനയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാങ്ങിവെച്ചാൽ പിന്നീട് നല്ല ലാഭം നേടാനാവുമെന്ന പ്രതീക്ഷയിലാണ് ആളുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.